ഈ കാര്യത്തിൽ രാഷ്ട്രീയക്കാരും പ്രതികരിച്ചില്ല എന്നും പറയരുത്. അതാണ് ഇനി ഈ കളിയിലെ അടുത്ത ഘട്ടം. നോക്കൂ, ഇത് രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. അവിടെ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആ പ്രസ്താവന കൂടി നിങ്ങൾ എടുത്തു വായിക്കണം. അതായത് ഇത് കുട്ടിയുടെ അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെയും അവകാശമുണ്ട് എന്ന് അവിടെയും ഇവിടെയും തൊടാതെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നത്. ആരൊക്കെയാണ്? ജമാഅത്തെയും SDP-യെയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വാദം. ഈ ജമാഅത്തെ ഇസ്ലാമി എവിടുന്ന് വന്നു? ജമാഅത്തെ ഇസ്ലാമി പിക്ചറിലേ ഇല്ലല്ലോ. ആദ്യത്തെ വാക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. നോക്കൂ, 10 വോട്ടാണ് അവിടെയും CPM സംസ്ഥാന സെക്രട്ടറി കണ്ടതെന്ന് ഞാൻ കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നാൽ എനിക്കറിയില്ല, പുറത്തുള്ള SDP-യാണ്. അപ്പോൾ അതൊന്ന്. ഇനി 2-3 ദിവസം മുമ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡൻ പ്രതികരിച്ചു. അതിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പുറത്തു നിന്നുള്ളവർ വന്ന് ഭീഷണിപ്പെടുത്തണ്ട, RSS BJP ശക്തികൾ എന്ത് ചെയ്താലും ഞാൻ മതേതരത്വം സംരക്ഷിക്കും. അവിടെ SDP ഇല്ല, അവിടെ BJPയും RSSും ആണ്. അതെങ്ങനെയാണ്? നോക്കൂ, ഈ കളത്തിലില്ലാത്ത 2 പാർട്ടികളെ രണ്ട് കൂട്ടരും കേരളത്തിലെ 2 പ്രമുഖ പാർട്ടിയുടെ നേതാക്കൾ കോട്ട് ചെയ്യാണ്. ഒരാൾ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി, വേറെ യുക്തി. ഇവിടെ ഹൈബിയോടൻ പറയുന്നു BJP RSS. ഇവരാരും ഇല്ലെന്നേ. അപ്പോൾ കാര്യങ്ങൾ രാഷ്ട്രീയമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ അത്ര ലളിതമായി ഞാൻ കാണാത്തത്. നോക്കൂ, രാഷ്ട്രീയം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു, കളത്തിലേക്ക് രാഷ്ട്രീയം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ വിഷയം പരമാവധി കത്തട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ വളരെ ലളിതമായി ഈ വിഷയത്തെ കണ്ട് ഇതൊരു കുട്ടിക്ക്, ഒരു സ്കൂളിന്, ഒരു സ്ഥലത്തുണ്ടായൊരു പ്രശ്നമെന്ന് വിചാരിക്കും. കേരള രാഷ്ട്രീയത്തിൽ വളരെ ചൂട് പിടിച്ച വർഗീയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരള സാഹചര്യമുണ്ട്. 2 മാസം മുമ്പാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കന്യാസ്ത്രീകൾ, പുരോഹിതരൊക്കെ പുറത്ത് ആക്രമിക്കപ്പെട്ടതിൻ്റെ വലിയ വാർത്തകളും വാദപ്രതിവാദങ്ങളും നടന്നത്. അതിനിടയ്ക്കാണ് ഒരു സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്.